നമസ്കാരം. 1-ാം തരം മുതൽ 8-ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മുടക്കം കൂടാതെ അടുത്ത ക്ലാസ്സുകളിൽ പ്രവേശിക്കാൻ കഴിയുന്ന നയത്തിൽ നിർണായക മാറ്റം വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിലുണ്ടായിരുന്ന നോ ഡിറ്റൻഷൻ നയം പൂർണ്ണമായും കേന്ദ്രം എടുത്തു മാറ്റിയതോടെ ഇനി മുതൽ 8-ാം തരം വരെയുള്ള ക്ലാസ്സുകൾക്ക് പതിവായി പരീക്ഷ നടത്താനുള്ള അധികം സംസ്ഥാന സർക്കാരുകളിൽ നിക്ഷിപ്തമാകും. ഇത്തരം പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇതേ ക്ലാസ്സുകളിൽ തന്നെ തുടരേണ്ടി വരികയും ചെയ്യും. 8-ാം തരം വരെ ഓൾ പാസ് എന്ന സമ്പ്രദായത്തിന് ഇതോടെ അന്ത്യമാവുകയും ചെയ്യും. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിലുള്ള നോ ഡിറ്റൻഷൻ നയം അനുസരിച്ച് 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരെ ഒരു വിദ്യാർത്ഥിയെയും പരാജയപ്പെടുത്താനോ സ്കൂളിൽ നിന്ന് പുറത്താക്കാനോ പാടില്ലെന്നായിരുന്നു ചട്ടം. 8-ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അവിടുത്തെ ക്ലാസ്സിലേക്ക് ജയിപ്പിച്ച് വിടണം എന്നായിരുന്നു ഇതുവരെയുള്ള ചട്ടം. എന്നാൽ ഇനി അതുണ്ടാകില്ല. പരീക്ഷകളിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇതേ ക്ലാസ്സുകളിൽ തുടർന്ന് പഠിക്കേണ്ടി വരും. 5-8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാകും ഈ തീരുമാനം കൂടുതലായും ബാധിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2019 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ അതായത് RTEയിലെ ഭേദഗതിക്ക് ശേഷം കുറഞ്ഞത് 16 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 2 ക്ലാസ്സുകൾക്കുള്ള നോ ഡിറ്റൻഷൻ നയം ഇതിനോടകം തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വാർഷിക പരീക്ഷകളിൽ പരാജയപ്പെട്ടാൽ അവർക്ക് അധിക കോച്ചിങ്ങും ഫലം വന്ന 2 മാസത്തിനുള്ളിൽ വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരവും നൽകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ ഒരു സ്കൂളിലും ഒരു കുട്ടിയെയും പുറത്താക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, സൈനിക് സ്കൂളുകൾ എന്നിവയുൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 3000-ലധികം സ്കൂളുകൾക്കും ഈ വിജ്ഞാപനം ബാധകമായിരിക്കും. ഡൽഹി, ഗുജറാത്ത്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ പുതിയ ഭേദഗതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനത്തിലെത്തിയതിനെതിരെ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും നിരന്തരം മൂല്യനിർണ്ണയം മെച്ചപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികളുടെ അറിവ് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഒക്കെയായിരുന്നു കേരളം സ്വീകരിച്ച ഒരു നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ നയം കേരള സർക്കാർ എത്രത്തോളം അംഗീകരിക്കും അല്ലെങ്കിൽ അത് എത്രത്തോളം നടപ്പാക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.